പ്രിയമുള്ളവരെ, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് മിയാവാക്കി വനത്തെക്കുറിച്ചാണ്. എന്താണ് മിയാവാക്കി വനം എന്നാൽ? മിയാവാക്കി എന്നാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടുകൾക്കുള്ളത് പോലെ കുറഞ്ഞ സ്ഥലത്ത് മരങ്ങൾ അടുത്തടുത്ത് കൃഷി ചെയ്തുകൊണ്ട് നട്ടുകൊണ്ട് ചെറിയൊരു വനം ഉണ്ടാക്കുന്ന സംവിധാനമാണ്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ ആവശ്യമുള്ള പഴങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള വൃക്ഷങ്ങളെ കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പഴങ്ങൾ പോലെയുള്ള വൃക്ഷങ്ങളെ കൊണ്ട് നട്ട് അത് അടുത്തടുത്ത് കൃഷി ചെയ്ത് ചെറിയൊരു വനമാക്കി മാറ്റുന്ന സംവിധാനമാണ് മിയാവാക്കി വനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ മിയാവാക്കി വനം കൊണ്ടുവന്നിട്ടുള്ളത് അകിര മിയാവാക്കി എന്ന ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞനായിരുന്നു. ഇവിടെ സൗന്ദര്യം എവിടെയെന്ന് ചോദിച്ചാൽ ഈ കഠിനമായ ചൂടത്ത് ഒരു വനം, വീട്ടിൽ ചെറിയൊരു വനം ഉണ്ടായിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു സംഭവമാണ് ഇതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള പഴങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വനം ആയി വരുന്നത് 100 വർഷമെങ്കിലും എടുക്കുമെന്നാണ്. പക്ഷേ ഇതിവിടെ 10-15 വർഷങ്ങൾ കൊണ്ട് ചെറിയൊരു വനം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചെയ്ത ഒരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ആയിരക്കണക്കിന് മരുഭൂമി പോലെയുള്ള തരിശായി കിടന്ന ഭൂമിയെ അദ്ദേഹത്തിൻ്റെ ആശയം കൊണ്ട്, മിയാവാക്കി എന്ന ആശയം കൊണ്ട് വനവൽക്കരണത്തിലേക്ക് നയിച്ചു എന്നുള്ള ഒരു അത്ഭുതമാണ്. അത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ നന്മകളിൽ ഒന്നാണ്. അദ്ദേഹം ജനിക്കുന്നത് 1928 ജനുവരി 29-നും മരണം 2021 ജൂലൈ 16-നുമാണ്. അകിര മിയാവാക്കി 1928 മുതൽ 2021 വരെ ഒരു സസ്യശാസ്ത്രജ്ഞനായിരുന്നു. ജപ്പാനായിരുന്നു ദേശം. ലോകത്തുള്ള പലവിധ ഫ്രൂട്ട് ഫോറസ്റ്റുകളെ കുറിച്ചാണ് കാണുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിയാവാക്കി വനമുള്ളത്. ഹൈദരാബാദിലെ ഷംസാബാദ് എന്ന സ്ഥലത്താണ്. ലോകത്ത് ഇന്ന് വരെ 3000-ലധികം സ്ഥലത്ത് ഇങ്ങനെ വനവൽക്കരണം നടത്തി കഴിഞ്ഞു. ഇനിയും അകിര മിയാവാക്കിയുടെ പേരിൽ ഇനിയും വനവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിസ്ഥിതിക്ക് വളരെ ഗുണം ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ മിയാവാക്കി വനം എന്നുള്ള ആശയം. ഇതിൻ്റെ ഒരു വിമർശനം പറയുന്നത്, ഈ പഴങ്ങളെ കൊണ്ടുള്ള ഈ മിയാവാക്കി വനം കൊണ്ട് പഴം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം പഴങ്ങൾ കുറയും, കാരണം ഇടതൂർന്ന് വളരുമ്പോൾ അതിന് വേണ്ടത്ര രീതിയിൽ പ്രകാശം ലഭിക്കാതെ വരും എന്നുള്ളൊരു ആശയം പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും കേരളത്തിലൊക്കെ ഇന്നുള്ള മിയാവാക്കി ഫോറസ്റ്റുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള പഴങ്ങൾ പഴങ്ങൾ ലഭിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം പഴങ്ങളല്ല, വനവൽക്കരണമാണ് എന്നുള്ളത് കൂടെ ഇതിൻ്റെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ ആ സംഗതി കൂടി ഉൾക്കൊള്ളിച്ചാണ് ഇത് മനസ്സിലാക്കേണ്ടത്.